ഇങ്ങനെ ഒരു വീഡിയോ ഇടാനുള്ള ഒരു കാരണം, എനിക്ക് ഈ ഓണത്തിന് മുമ്പുണ്ടായ ഒരു ബൈക്ക് ആക്സിഡൻ്റാണ്. ബൈക്ക് ആക്സിഡൻറ്റിൽ ശരിക്കും വേറെ വണ്ടിയുമായിട്ടൊന്നും ഇടിച്ചിട്ടൊന്നുമല്ല. ഞാൻ ഉത്രാടത്തിൻ്റെ തലേ ദിവസം വൈകുന്നേരം ഒരു പണിയുടെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയി തിരിച്ചു വരുന്ന സമയത്ത് ഏകദേശം ഒരു 9:30-10 മണിയോളം, 9:30 കഴിഞ്ഞ് 10 മണിക്ക് മുമ്പ്. അപ്പോൾ വരുന്ന വഴിക്ക് ഒരു ശരിക്കും സ്ഥലമെന്ന് പറയുന്നത് നമ്മുടെ തിരുവല്ലായിക്ക് അടുത്ത് പുളുക്കീടെന്ന് പറയും, തിരുവല്ല കായംകുളം റൂട്ടിൽ പുളുക്കി ഭാഗത്തായിട്ടാണ്. അവിടെ റോഡ് പുളുക്കി പഞ്ചസാര മില്ല് ഉള്ളതിൻ്റെ പഞ്ചസാര മില്ല് ഫ്രണ്ട് ഭാഗം, അതായത് കമ്പനിപ്പടി എന്ന് പറയും. കമ്പനിപ്പടിയിൽ നിന്ന് നമ്മൾ പൊടിയാടിയിലോട്ട് വരുന്ന വഴിക്ക്. അപ്പോൾ അവിടെ വെച്ച് റോഡിൻ്റെ സൈഡിൽ റോഡ് നിറച്ചും പട്ടിയുണ്ടായിരുന്നു. റോഡ് കുറേയേറെ പട്ടികളുണ്ടായിരുന്നു. ഈ പട്ടിയിൽ ഒരെണ്ണം ഞാൻ ബൈക്ക് ഓടിച്ച് വരുന്ന സൈഡിൽ ഒരു പട്ടി നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ ശരിക്കും എന്താണ് അവിടെ സമയം, പട്ടിയോട് ചാടുവോ ഇല്ലയോ എന്നുള്ള ഒരു ഓർമ്മ മാത്രമേ എനിക്കുള്ളൂ. ഞാൻ ബൈക്ക് ഇടത്തോട്ട് തന്നെ ശാലം ഒന്ന് വെട്ടിക്കുകയും ചെയ്തു. പക്ഷേ ആ എഡ്ജിന് കൊണ്ടുവന്ന് തലയും കുത്തി വീണു. അപ്പോൾ അവിടം പോലാണ് വിഷയം. വീഴ്ച അത്ര വലിയൊരു വീഴ്ച എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നില്ല. പക്ഷേ ബൈക്കിൽ നിന്നും വീണ് ചരിയുമ്പോൾ തന്നെ എൻ്റെ ഹെൽമെറ്റ് തെറിച്ചു പോയി. അപ്പോൾ ഈ ഹെൽമെറ്റ് ഞാൻ വച്ചിട്ടുണ്ടായിരുന്നു. അതിൻ്റെ സ്ട്രാഫ് ഞാനത് ക്ലിപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാനത് പ്രത്യേകം നോക്കി. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഒരു 40 മൈൽ സ്പീഡിൽ താഴെ വണ്ടി ഓടിക്കാറുള്ളൂ. വളരെ സൂക്ഷിച്ച് നിയമം പാലിച്ച് വണ്ടി ഓടിക്കുന്ന ഒരാളാണ് ഞാൻ. പക്ഷേ 40 മൈൽ സ്പീഡിന് താഴെ വന്നെന്ന് പറഞ്ഞാലും നിലയിൽ നിൽക്കുന്ന ഒരാൾ പറഞ്ഞു വീണാൽ അതിൻ്റെതായ ആഘാതം ചിലപ്പോൾ ഉണ്ടാവില്ല. എന്ന് പറയുന്ന പോലെ ഇപ്പോൾ വണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന ഒരു ബൈക്കിൻ്റെ പുറത്തുനിന്ന് തെറിച്ച് ഒരു സൈഡിലോട്ട് വീഴുക എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെ സംഭവിക്കുന്ന വീഴ്ച, അപ്പോൾ ആ വീഴ്ചയ്ക്ക് ഹെൽമെറ്റ് ഊരിപ്പോവുക. അപ്പോൾ അതെന്താണ് എന്നുള്ളത് എനിക്ക് അന്നേരം ഒന്നും മനസ്സിലായിട്ടില്ല. പക്ഷെ പിന്നീട് ഞാനത് പരിശോധിച്ചാൽ മനസ്സിലായി. പിന്നെ ഏറ്റവും വലിയൊരു ഗുണം എന്നാന്ന്, എനിക്ക് ദൈവത്തിൻ്റെ ഒരു അനുഗ്രഹം, കുടുംബത്തിൻ്റെ ഉള്ള ഒരു ഭാഗ്യം, കുഞ്ഞിൻ്റെ ഭാഗ്യം എന്ന് പറയുന്നത്, എനിക്ക് ഗുരുതരമായ ഒരു പരിക്കുകൾ ഉണ്ടായില്ല. ഞാൻ വീണപ്പോൾ തന്നെ ഹെൽമെറ്റ് തെറിച്ചു പോയി എന്നുള്ളതൊരു സംഭവം എനിക്കത് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ എൻ്റെ തലയുടെ ഈ ഭാഗം ചെന്ന് അടിച്ചത് അവിടെ കുറച്ച് ഇഷ്ടികയോ കട്ടയോ അങ്ങനെ എന്തോ ഒരു സംഭവം അവിടെ റോഡ് സൈഡിൽ വെച്ചിട്ടുണ്ട്. ആ ഭാഗത്താണ് വന്ന് അടിച്ചതെന്ന് തോന്നുന്നു. പിന്നെ ഈ ഞരമ്പിൻ്റെ ഭാഗത്തൊരു ചതവ്, ഇവിടെ ഇങ്ങനെ ഭാഗത്തെല്ലാം ചതവുണ്ടായിട്ടുണ്ട്. കണ്ണിൻ്റെ അവിടെ ഉണ്ട്. കണ്ണിൻ്റെ പോളയ്ക്കും നമ്മുടെ പുരികത്തിൻ്റെ ഇടയ്ക്കുമായിട്ട് സ്റ്റിച്ച് ഇട്ടിട്ടുണ്ട്. പിന്നെ ഇവിടെ താഴെ മുറിവുണ്ട്. പിന്നെ കാലിന് മുറിവുണ്ട്. വലത്തെ കാലിൻ്റെ പുറ്റി ഭാഗം, ആ ഒരു കാലിൻ്റെ പാദം മരച്ചാണ് ഇരിക്കുന്നത്. ഇതാണ് റോഡിൽ നിന്ന് എടുത്തത്. അപ്പം നമ്മൾ പല ആൾക്കാരും ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്നതിനകത്ത് ചിലപ്പോഴൊക്കെ നമുക്കൊക്കെ കാണാൻ സാധിച്ചിട്ടുണ്ട്. ഇതിനെ കളിപ്പിക്കാൻ വേണ്ടിയിട്ട് ഹെൽമെറ്റ് വെച്ചുകൊണ്ട് പോകുന്ന രീതിയൊക്കെ ഉണ്ട്. കാരണം ആ ഹെൽമെറ്റിനകത്ത് ചിലപ്പോൾ ആ തലയൊട്ടി പോലുള്ള സാധനം മാത്രമേ കാണത്തുള്ളൂ. അതിനകത്ത് ചിലപ്പോൾ തെർമോക്കോൾ കാണത്തില്ല. അതിന് നമുക്ക് തലയ്ക്ക് സേഫ്റ്റി നൽകുന്ന രീതിയിലുള്ള യാതൊരു സംഗതി അതിനകത്ത് കാണത്തില്ല. ചിലപ്പോൾ അതിൻ്റെ സ്റ്റാഫ് കാണത്തില്ല. പിന്നെ അത് വെച്ചുകൊണ്ട് ഇങ്ങനെ അങ്ങ് പോകും. പക്ഷെ എന്തെങ്കിലും ഒരു അപകടം വരുമ്പോഴാണ്. പക്ഷെ എനിക്ക് സംഭവിച്ചത് അതിനും അപ്പുറമാണ്. കാരണം ഞാൻ ഇതെല്ലാം ഫിറ്റാക്കി കൊണ്ടുപോയ ഒരാളാണ്. പിന്നെ എന്താണ് സംഭവിച്ചതെന്നുള്ളത് നിങ്ങളോട് പറയേണ്ട ഒരു കാര്യമുണ്ട്. പക്ഷെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെ നിസ്സാര കാര്യമാണ്. പക്ഷേ ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മളത് വിട്ടുപോയാൽ ചിലപ്പോൾ നമുക്കുണ്ടാകുന്ന ഒരു പ്രശ്നം വളരെ വലുതായിരിക്കും. തിരുവല്ലയിൽ നിന്നും കോട്ടയം മെഡിക്കൽ കോളേജിലേക്ക് വളരെ പെട്ടെന്ന് തന്നെ എത്താനായി. മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലേക്ക്. ഓണമാണെങ്കിലും സംക്രാന്തിയാണെന്ന് പറഞ്ഞാലും അപകടങ്ങൾക്കും അസുഖത്തിനും അങ്ങനെ വല്ലതുമുണ്ട്. ഇങ്ങനെയുള്ള സാഹചര്യം വന്നു കഴിയുമ്പോൾ ഇതുപോലെ ആശുപത്രിയിൽ എത്തിച്ചേരേണ്ട സാഹചര്യം വന്നാൽ അത് സ്വീകരിക്കുക എന്നുള്ള അല്ലാതെ മറ്റു മാർഗമൊന്നുമില്ല. ജീവൻ നിലനിന്നാലല്ലേ ആഘോഷിക്കാൻ പറ്റും. സംഭവം കഴിഞ്ഞതിന് ശേഷം നേരെ പോയത് താലൂക്ക് ആശുപത്രിയിലാണ് എന്നെ കൊണ്ടുപോയത്. അത് കഴിഞ്ഞിട്ട് അവിടുന്ന് പിന്നെ മെഡിക്കൽ കോളേജിലേക്ക് പോയി.
അപ്പോൾ അവിടെ ചെന്ന് സ്കാൻ ചെയ്തു. അപ്പോൾ അതിന് ഏറ്റവും വലിയ ദൈവാനുഗ്രഹം എന്ന് പറയുന്നത് ശരിക്കും തലയ്ക്കുള്ളിലേക്ക് ഒരു ഗുരുതരമായ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല. പിന്നെ ഈ കവിളിനകത്തേക്ക് ഒരു ബ്ലഡിൻ്റെ ഒരു ഇതുപോലെ വന്നിട്ടുണ്ട്. പിന്നെ കയ്യും കാലും ഒടിയോ ഒന്നും ചെയ്തില്ല. പക്ഷേ ആ വീഴ്ചയിൽ എനിക്ക് പിന്നീട് ഇയർ ബാലൻസിങ് നഷ്ടപ്പെട്ടു. അതിൻ്റെ മരുന്ന് കഴിച്ചാൽ മതിയല്ലോ, മാറുമല്ലോ. അപ്പോൾ പിന്നീട് ഒ പിയിൽ ഡോക്ടറെ കാണേണ്ടതായിട്ടുണ്ടായിരുന്നു. ഓർത്തോ കാണുവാനും കണ്ണിൻ്റെ ഡോക്ടറെ കാണുവാനും. വിഷയം എന്ന് പറഞ്ഞാൽ വീഴ്ച ചിലപ്പോൾ എപ്പോൾ വേണമെങ്കിലും സംഭവിക്കാം. നമ്മൾ പോകുന്ന വഴിക്ക് നമുക്കെതിരായ ഒരാൾ വന്നാലും വീഴ്ച സംഭവിക്കാം. പക്ഷെ ഞാൻ ഈ വീഡിയോ ചെയ്യാനുള്ള ഒരു കാരണമെന്ന് പറയുന്നത് ഈ വീണ വിഷയം പറയാൻ വേണ്ടിയിട്ട് അല്ല. ആ വീണപ്പോൾ സംഭവിച്ച വിശദീകരണവും കാര്യങ്ങളും അതിനുപരിയായിട്ട് ഹെൽമെറ്റിനെ പറ്റി പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. ആ ഹെൽമെറ്റിൻ്റെ സ്ട്രാപ്പ് വരുന്ന ഭാഗത്ത് ക്ലിപ്പ് ഒന്ന് ശ്രദ്ധിച്ചു നോക്കിയാൽ അത് നന്നായിട്ട് അറിയാൻ പറ്റും. കാരണം ആ സ്ട്രാഫിൻ്റെ ക്ലിപ്പ്, ആ സോക്കറ്റ് പോലെ വരുന്ന ആ ക്ലിപ്പിൻ്റെ സ്ട്രാഫുമായിട്ട് യോജിപ്പിച്ചിരിക്കുന്നത് അതിനകത്തൊരു ഹോളുണ്ട്. തകിട് കൊണ്ട് വീതിയിൽ നിർമ്മിച്ചിരിക്കുന്ന ആ ക്ലിപ്പിന് സ്ട്രാഫിൻ്റെ അറ്റം കയറ്റി അതിൻ്റെ ഹോളിനുള്ളിലൂടെ വളച്ച് ഇപ്പുറത്തിട്ട് അവർ ഒട്ടിച്ചിരിക്കുകയാണ്. ആ രീതിയിലാണ് ആ ക്ലിപ്പ് നിർമ്മിച്ചിരിക്കുന്നത്. ആ ക്ലിപ്പ് കണ്ടോ, ആ ക്ലിപ്പ് അതേന്ന് ഇപ്പുറത്താണ്, ഇതിലാണ് അത് ഫിറ്റ് ചെയ്ത് വെക്കേണ്ടത്. പക്ഷേ അതേന്ന് അത് ഊരിപ്പോയതിൻ്റെ കാരണം എന്താണെന്ന് നമുക്ക് കാണാൻ കഴിയും. ആ ക്ലിപ്പിൻ്റെ ആ രണ്ട് വശം, അതിൻ്റെ നടുക്കൂടെ ആ തകിട് കൊണ്ട് തന്നെയുള്ള ഒരു ഭാഗമുണ്ട്. ആ തകിടിനിടയിൽ കൂടെയാണ് അതിന് നീളത്തിൽ ഹോള് പോലെ വരും. നമ്മുടെ ക്ലിപ്പ്, ഹെൽമെറ്റിൻ്റെ ക്ലിപ്പ് നോക്കുമ്പോൾ അറിയാമല്ലോ, അതിൻ്റെ അകം ദ്രവിച്ചു പോകും. അതായത് ഈ സ്ട്രാഫിൻ്റെ മടക്കിനകത്തിരുന്ന് വെള്ളം വീണ് മഴയത്തൊക്കെ നമ്മൾ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്ന ഈർപ്പം പിടിച്ച് ആ ക്ലിപ്പിൻ്റെ ആ ഭാഗം ശരിക്കും അത് അങ്ങ് ദ്രവിച്ചു പോകും. നമ്മൾ അറിയത്തില്ല. പക്ഷെ നമ്മൾ വിചാരിക്കും ഒരു കുഴപ്പമില്ല, ഹെൽമെറ്റ് നല്ല അടിപൊളി, നല്ലൊരു ഹെൽമെറ്റ്, അതിൻ്റെ ക്ലിപ്പും കുഴപ്പമൊന്നുമില്ല എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അതിൻ്റെ പ്രാധാന്യം എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കണം. ഒരു നിസ്സാര കാര്യമായിട്ട് നമ്മളിതിനെ കരുതരുത്. ഈ ഒരൊറ്റ സംഗതിയുടെ കുഴപ്പം മതി നമ്മുടെ ജീവിതത്തെ തകർത്ത് കളയാൻ. അപ്പോൾ അത് കണ്ടോ, ഇതിപ്പോൾ ഈ രീതിയിൽ നമ്മൾ ഇരിക്കും, പക്ഷെ അറിയത്തില്ല നമ്മളത് പോയിരിക്കുകയാണോ എന്ന് നമുക്ക് പെട്ടെന്ന് മനസ്സിലാകത്തില്ല. ഇതെന്നിപ്പോൾ പെട്ടെന്ന് ഇപ്പോൾ ഊരിപ്പോകുന്നുണ്ട്. കാരണം വെച്ചാൽ ഒന്ന് ശരിക്കും ഊരിപ്പോയി, പിന്നീട് 2 പ്രാവശ്യം നമ്മൾ നോക്കിയപ്പോൾ അത് പോകുമെന്ന് മനസ്സിലായി. കണ്ടോ, ഇങ്ങനെ ഇരിക്കും, നമ്മൾ അറിയില്ല. നമ്മൾ അതെടുത്ത് വച്ച് കഴിയുമ്പോഴാണ് കണ്ടോ, അപ്പോൾ ഇതൊക്കെ അതിനകത്ത് നിന്ന് ഇറങ്ങുന്നുണ്ടോ, അതിൻ്റെ അറ്റം ഇങ്ങനെ ഒരു കൊളുത്തു പോലെ 2 വശത്തും പൊട്ടിപ്പോയതിൻ്റെ 2 വശത്തും നിൽക്കുന്നതിലാണ് ആ സംഗതി അവിടെ പിടിച്ചു നിൽക്കുന്നത്. കണ്ടോ, ഈ ഒരു വിഷയം നമ്മൾ മിക്കവാറും ആൾക്കാർ അത് ശ്രദ്ധിക്കാതെ പോകും. ഇതാണ് അപകടത്തിലേക്ക് ചിലപ്പോൾ നമ്മളെ എത്തിക്കുന്നത്. കാരണം നമ്മൾ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ച് നല്ല രീതിയിൽ പോകുന്ന ആൾക്കാർ, നിയമം പാലിച്ച് നമ്മൾ സ്പീഡ് കുറച്ച് പോകുന്ന ഒരു വ്യക്തിയാണെങ്കിൽ പോലും ഈ ഹെൽമെറ്റ് നമ്മൾ ശരിക്കും പരിശോധിക്കേണ്ടതുണ്ട്. അത് നല്ല വിലയുള്ള ഹെൽമെറ്റ് ആയിരിക്കാം, പക്ഷെ അതിന് പരിശോധിക്കേണ്ട കാര്യം, അതെടുത്തു പറയാൻ കാര്യം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സംഭവിച്ച കാര്യം. മെഡിക്കൽ കോളേജിലെ OP വിഭാഗത്തിൽ നിന്നുള്ള മരുന്ന് മേടിക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവരാണ് ഈ കാണുന്നത്. ദിവസം എന്തെങ്കിലുമൊക്കെ സാധനങ്ങൾ വീട്ടിലേക്ക് മേടിക്കണമെന്നുള്ള ആഗ്രഹവും ഉള്ളതുപോലെ ഓണം ഘോഷിക്കണമെന്നും ഒക്കെ വിചാരിച്ചിരുന്നതാണ്. അതിനകത്ത് നമുക്ക് ചെറിയൊരു വിഷമം നമുക്ക് സാധാരണ രീതിയിലുണ്ടെന്ന് പറഞ്ഞാലും അതിലുപരി സന്തോഷമാണ്. കാരണം മറിച്ചെന്തെങ്കിലും സംഭവിച്ചിരുന്നെങ്കിലും എൻ്റെ വീട്ടുകാർ, കുഞ്ഞ്, അവർക്കൊക്കെ അതൊന്ന് ചിന്തിച്ചു നോക്കി. അതിൽ നിന്നും നമ്മുടെ ദൈവം എന്നെ രക്ഷിച്ചില്ലേ. അതിനകത്ത് ഞാൻ ഒരുപാട് ആഹ്ലാദിക്കുകയും സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട്. പക്ഷേ ഞാനിത് ഈ ഒരു കാര്യം പറയുന്നത് വീണ്ടും പറയുകയാണ്, നമ്മൾ വണ്ടിയുടെ എല്ലാ കാര്യങ്ങളും നമ്മൾ ശ്രദ്ധിച്ചിരിക്കണം. അതോടൊപ്പം തന്നെ നിയമം പാലിച്ചിരിക്കണം. പിന്നെ ഈ ഹെൽമറ്റ്, ഇരുചക്ര വാഹനത്തിൽ പോയി ജോലി ചെയ്യുന്നവരും സഞ്ചരിക്കുന്നവരും ഒക്കെ ആ ഹെൽമറ്റ് കറക്റ്റാണോ, അതിൻ്റെ സ്ട്രാഫൊക്കെ കറക്റ്റാണോ എന്നുകൂടി പരിശോധിക്കണം. കാരണം എനിക്കുണ്ടായ ഈ ഒരു അനുഭവം, സൂക്ഷിച്ച് സഞ്ചരിക്കുന്ന ഒരാളെ, ബൈക്കിൽ സഞ്ചരിക്കുന്ന ഒരാൾ എന്ന നിലയ്ക്ക് ആയിട്ട് പോലും എനിക്കുണ്ടായ ഈ ഒരു അനുഭവം നിങ്ങൾക്കും ഉണ്ടാകരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു.
എല്ലാവർക്കും നല്ലത് വരട്ടെ. എൻ്റെ ഈ വീഡിയോ കണ്ടിട്ടുള്ള എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് നന്ദി.